ദൈവനാമത്തിന് മാത്രം വീണ്ടും ഒരു ദിവസം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ തിരുവെഴുത്തിൽ ലൈവുകളെ ശ്രദ്ധിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു ദിവസം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതുതായി ജനിക്കുക. യേശുക്രിസ്തു പറഞ്ഞ പുതുജന്മം എന്താണ്, മതം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തു പറഞ്ഞ പുതുജനനം മതം പഠിപ്പിക്കുന്നതല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം രാത്രി വരുമ്പോൾ നമ്മൾ വിചാരിക്കും യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ ആരുമില്ലെന്ന്. പക്ഷേ ഒരു ശിഷ്യന്മാരും തന്നിൽ വിശ്വസിക്കുന്നവരും എല്ലാം ആ രാത്രിയിൽ അവിടെ ഉണ്ട്. അവർ നിൽക്കവേ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, എങ്ങനെ നമുക്ക് ആ അധ്യായം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 3-ാം അധ്യായത്തിൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായോ വന്നിരിക്കുന്നുവെന്നും ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങൾ ഒക്കെയും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നു. തൻ്റെ അറിവാണ് പറയുന്നത്. യേശു പറയുന്നു, നീ പുതിയതായി ജനിക്കണം. നിക്കോദിമോസ് പറഞ്ഞ കാര്യം വേറെ, താൻ പറഞ്ഞ കാര്യം വേറെ. ആ അധ്യായം മുഴുവനും വായിക്കുമ്പോൾ അതിനകത്ത് 3, 4, 5 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതുതായി ജനിക്കണം എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയും. ഈ വാക്യം അവിടെ നിൽക്കട്ടെ. എന്താണ് ദൈവരാജ്യം കാണുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായത് ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഇന്നത്തെ യേശുവിൻ്റെ ഈ സംഭാഷണത്തിൽ നിക്കോദിമോസിനോട് ഉണ്ടാകുന്ന ചോദ്യം തന്നെയാണ് ഇന്നത്തെ പല ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കുമുള്ളത്. രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് വരെ ചോദിക്കുന്ന തരത്തിൽ മനസ്സിലാകാൻ പറ്റാത്ത നിലയിൽ യേശുവിൻ്റെ ചോദ്യം അവന് ഹാർഡായിരുന്നു. ആരാണ്? പള്ളിപ്രമാണിയാണ് ആശാൻ. പള്ളിപ്രമാണിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടുത്തെ പള്ളിപ്രമാണികൾക്ക് മനസ്സിലാകത്തില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ കോർ കർത്താവ് നിങ്ങൾ തുറന്നു തരട്ടെ, നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ കടന്നിരിക്കാം. യേശു അവനോട് വീണ്ടും പറയുകയാണ്, ആമേൻ ആമേൻ. ആ വേർഡ് വളരെ വളരെ വിലപ്പെട്ടതായതുകൊണ്ടാണ് ആമേൻ ആമേൻ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. വിവാഹം നടക്കാനും മരണം ശുശ്രൂഷ നടത്താനും മരിച്ചു കഴിഞ്ഞാൽ അടക്കാനും കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടാനും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചർച്ച് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിനുവേണ്ടി സ്നാനപ്പെടുത്തും. എൻ്റെ ശുശ്രൂഷ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതിനു വേണ്ടി സ്നാനപ്പെടുത്തുക, അതിനു വേണ്ടി പള്ളിയിൽ കൊണ്ടുവരിക, ഇവൻ്റെ കൊള്ളരുതായ്മ മൊത്തം പള്ളി ചുമക്കുക, യേശുവിൻ്റെ നാമം അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ വികലമാക്കുക. ഇതാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടികൾ. യേശു പറഞ്ഞ വെള്ളവും ആത്മാവിലും ജനിക്കുക എന്ന് പറഞ്ഞത് ഏതോ ഒരു ആറിൻ്റെ കരയിലും ഏതോ ഒരു യോർദാന്റെ കരയിലും ഏതോ ഒരു സ്നാനക്കുളത്തിനകത്ത് മുങ്ങിത്താഴേണ്ട പ്രക്രിയയല്ല യേശുക്രിസ്തു പറഞ്ഞത്. എങ്കിൽ യേശു വ്യക്തമായി പറയുമായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും വെള്ളത്തിനകത്ത് പോയി സ്നാനപ്പെടണമെന്ന്. അവിടെ സ്നാനപ്പെടണമെന്നാണ് എഴുതിയിരിക്കുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്നാണ്. അത് നിക്കോദിമോസ് എന്ന പള്ളിപ്രമാണിക്ക് യഹൂദനായിരുന്നത് കൊണ്ട് മനസ്സിലായി. ഇവിടത്തെ യഹൂദനായി അഭിനയിക്കുന്ന പള്ളിപ്രമാണികൾക്ക് മനസ്സിലാകത്തില്ല. എന്താണ് വെള്ളം? എന്താണ് ആത്മാവ്? വെള്ളം എന്ന് പറയുന്നത്, വെള്ളം
ശുദ്ധീകരണത്തിൻ്റെതാണെന്ന് യഹൂദനറിയാം. അതുകൊണ്ട് പൗലോസ് വ്യക്തമായി എബ്രായലേഖനത്തിൽ എഴുതി വെച്ചു, അവന്റെ വിലാപ്പുറത്തിൽ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു, ആ വെള്ളം നിങ്ങളെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നു. അവിടെ പൊളിഞ്ഞു. അപ്പോൾ ഈ വെള്ളം ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ വാട്ടറാണ്. പഴയ നിയമ ദൈവാലയത്തിനകത്ത് പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ വാട്ടർ, വെള്ളം, അത് ജഡശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നെങ്കിലും ഇന്ന് ജഡശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന ആത്മാവിന്റെ ഒന്നാണ് വെള്ളം. വെള്ളം എപ്പോഴും ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത് ആത്മാവിൽ ജനിക്കണം. വെള്ളത്തെ ജനിക്കണം എന്ന് പറഞ്ഞാൽ ഇവന്റെ കൾച്ചറും ബിഹേവിയർ, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പഴയ നിയമകാലത്ത് ഈജിപ്തിന്റെ അടിമയായിരുന്ന ഇസ്രായേൽ ജനത്തെ 40 വർഷം കഴിഞ്ഞ് ദൈവം വിടുവിക്കുകയാണ്. ഈജിപ്തിന്റെ അടിമയായിരുന്ന, അടിമത്തത്തിനകത്ത് കിരാതമായി ജീവിച്ചിരുന്ന, കൾച്ചർലെസ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ആൾക്കാരെ ദൈവം വിളിച്ചുകൊണ്ട് വരികയാണ്. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിനില്ല, എന്നാലും ഞാൻ പറയാം, ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെ ദൈവം മോശയിൽ കൂടി പുറത്തു കൊണ്ടുവരും. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ദൈവം ഇവരുടെ അടുക്കൽ 7 ദിവസമായി കടന്നു വരേണ്ട കനാൻ പട്ടണത്തിനകത്തേക്ക് ഇവരെ കൊണ്ടുവന്നത് 40 വർഷം കഴിഞ്ഞാണ്. ദൈവത്തിന് കണ്ണിച്ചോരയില്ല എന്നൊക്കെ പണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവര് കൾച്ചറില്ലാത്തവരാണ്. കൾച്ചർ എന്ന് മാത്രമല്ല, സ്വന്തം അപ്പനും അമ്മയെപ്പോലും ബഹുമാനിക്കാത്തവരും, സഹോദരിമാരെ പിടിച്ച് ബലാത്കാരം ചെയ്യുന്ന നിലവാരത്തിൽ ഈജിപ്ഷ്യൻ കൾച്ചറിൽ ജീവിക്കുന്ന, ഈജിപ്തിന്റെ കൾച്ചറിലല്ല അവർ ജീവിച്ചത്, ഈജിപ്തിന്റെ അടിമത്തത്തിന്റെ കൾച്ചറിലാണ്. അടിമകൾ എപ്പോഴും കിരാതന്മാരായി ജീവിക്കും. കാരണം അവര് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് ആഹാരവുമില്ല, അവരുടെ ഉള്ളിലുള്ള സകല ഫ്രസ്ട്രേഷനും അവിടെ തീർക്കുന്നവരാണ് അവർ. അപ്പോ ഇവര് അതിനകത്ത് ജീവിച്ചത് അത്ര ഇരുളടഞ്ഞ രീതിയിലാണ്. അതുകൊണ്ടാണ് സ്വന്തം മലം നിങ്ങൾ കഴിക്കരുതെന്ന് വരെ തിരുവെഴുത്തിനകത്ത് എഴുതിയിട്ടുള്ളത്. ആ 613 ഉപകൽപ്പനകളിൽ ഒരു കൽപ്പനയാണത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ ഭാഗത്ത് അശുദ്ധി കാണാതിരിക്കാൻ നീ വെളിംപ്രദേശത്ത് പോകുമ്പോൾ ഭാരയുമായി പോകണം. എന്തിനാണെന്നറിയാവോ? കുഴിയെടുത്ത് അതിനകത്ത്, മരുഭൂമിയുടെ അകത്ത് ടോയ്ലറ്റ് ഇല്ല, വാഷ്റൂം ഇല്ല, ഒന്നുമില്ല. അവിടെ വെളിംപ്രദേശത്ത് പോകുമ്പോൾ നീ പാരയുമായി പോകണം, എന്നിട്ട് അത് മറവ് ചെയ്യണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നത് മറപ്പുരയിലേക്ക് ചെല്ലുമെന്ന, നിങ്ങൾ കഴിക്കുന്നതൊക്കെ മറപ്പുരയിലേക്ക് ചെല്ലുമെന്ന. യേശു പറഞ്ഞത് കുഴി കുത്തിക്കൊണ്ട് വരണമെന്നല്ല. അപ്പൊ ഈ കൽപ്പന അവരെ കനാൻ ദേശത്ത് കൊണ്ടെത്തിക്കുന്നതിന് മുമ്പേ അവരെ ഈ നിലവാരത്തിലാക്കി എടുക്കാൻ ദൈവം ചെയ്ത ഒരു കൽപ്പനയാണത്. അവർ ആ കൾച്ചറിൽ നിന്ന് മാറി ഈ കൾച്ചറിലേക്ക്, ജഡത്തിന്റെ കൾച്ചറിൽ നിന്ന് മാറി ദൈവത്തിന്റെ കൾച്ചറിലേക്ക് ജീവിക്കുന്ന ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവരെ ജനം ഉറ്റുനോക്കാൻ വേണ്ടിയും അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ബ്ലെസ്സിങ് കണ്ട് ലോകം അവരറിയാൻ വേണ്ടി ദൈവം പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ആയിത്തീരണം. അതെടുത്ത് വെച്ചിട്ട് ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കുന്ന മണ്ടന്മാരാണെന്നുള്ളത്. യേശുക്രിസ്തു പോലും ആ കാലഘട്ടത്തിൽ ഇതെടുത്ത് പ്രസംഗിച്ചിട്ടില്ല. കാരണം ഇവര് 613 കൽപ്പനകളെ 1600 കൽപ്പനകളാക്കി മാറ്റി യേശു വന്നപ്പോ. എന്നിട്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഫലമേറിയ ഭാരം ഇവരുടെ മേൽ വയ്ക്കുന്നു, അതിൽ ഒന്നുപോലെ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുമില്ലെന്ന്. മനസ്സിലായോ? അപ്പോൾ അവരുടെ കൾച്ചർ മാറാനാണ്. ഈ പള്ളി വന്നാൽ രോഗം മാറും, ക്ഷീണം മാറും, കഷ്ടത മാറും, ദാരിദ്ര്യം മാറും, പ്രതിസന്ധികൾ മാറുമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ട് ജനങ്ങളെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ ദൈവദൂഷണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം യേശുക്രിസ്തു അകത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞില്ല, ഇതൊന്നും മാറ്റിത്തരാമെന്നോ പള്ളി ഇടാമെന്നോ റിവൈവൽ ഉണ്ടാക്കുന്നു, ഇന്ന് ഉണർവിന്റെ കാലഘട്ടമാണ്, ഉണർവുണ്ടാക്കാമെന്നോ ഒന്നും പറഞ്ഞില്ല. ഇന്നത്തെ ഉണർവെന്ന് പറഞ്ഞാൽ ഷോക്ക് അടിക്കും പോലാണ്. യേശു
യേശുവിൻ്റെ പുറത്ത് പല സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു തുള്ളിക്കളിച്ചിരുന്നെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ അവർ ഗദരദേശത്ത് അയച്ചാണ്. അവിടെ പ്രാന്തന്മാരുണ്ട്. മനസ്സിലായോ? ഇന്ന് തുള്ളിക്കളിയാണ്. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ പറയുന്നിട്ട് അവിടെ നിന്ന് ഓടി വന്നപ്പോഴത്തേക്കും തൻ്റെ അടുക്ക ഷോക്ക് അടിക്കുന്നു, ഇലക്ട്രിക് വേവ്സ് വ്യാപരിക്കുന്നു. അങ്ങനെ വല്ലതും കൊണ്ടുവന്ന് വൈദ്യുതി ചാർജ് ഇപ്പോൾ കൂടുതലാണ്. അവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ബൾബെങ്കിലും കത്തും. ഇപ്പോൾ കറണ്ട് ഒന്നും നല്ല ഇലക്ട്രിസിറ്റിക്ക് ഭയങ്കര വിലയാണ്. കാരണം ഇലക്ട്രിസിറ്റി കിട്ടാനില്ലെന്നാണ് പറയുന്നത്. കാരണം രാത്രിയാകുമ്പോൾ ഉപയോഗം കുറയ്ക്കാനാണ് പറഞ്ഞത്. ഈ പുള്ളിയെ കൊണ്ട് നിർത്തിയാൽ മതി, ഇലക്ട്രിസിറ്റി നല്ല ശക്തമായിട്ട് ഒരു 10 വർഷത്തേക്കുള്ള സാധനം പുള്ളിയുടെ ദേഹത്ത് കാണും. ഭയങ്കര ഇലക്ട്രിക് വേവ് അല്ലേ. ഇതും വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരുണ്ട്. അതാ പ്രശ്നം. അപ്പോൾ ഞാൻ ഇതിലിട്ടൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളുടെ നല്ല മനസ്സിന് ഞാൻ ഇതിനെ എൻവിയാക്കുന്നു. ഇതൊക്കെ ഞാൻ കണ്ട് ചിരിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ചിരി. രാത്രി കിടന്നപ്പോഴും ചിരി വന്നു, ബാത്റൂമിൽ പോകുമ്പോഴും ചിരി, ആഹാരം കഴിക്കുമ്പോഴും ചിരി. കാരണം എന്തറിയാമോ? സർവശക്തനാണ് യേശു ക്രിസ്തു. സർവശക്തനാണ്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സകലത്തിൻ്റെയും പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ളവൻ. പക്ഷേ ഒരു പെണ്ണുമ്പുള്ള അങ്ങനെ പറയത്തുള്ളൂ. അവർ പറയുകയാണ് യേശു ക്രിസ്തു നരകത്തിൻ്റെ വാതിലിൽ നിന്ന് പൊത്തി പൊത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് മരിച്ചു പോയപ്പോൾ കണ്ട കാഴ്ചയാണെന്ന്. അവിടെ ചെന്നപ്പോൾ യേശു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേരെന്താ? സർവശക്തൻ. കരയുന്നു. നരകത്തിൽ ആൾക്കാർ വീഴുന്നത് കൊണ്ട് കരയുന്നു. ഇത്ര ഗതിയില്ലാത്ത യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല. സകലതും ചെയ്ത് നിവർത്തിയായെന്ന് പറഞ്ഞ യേശു അവിടെ നിന്ന് കരയുന്നതാണ്. നിസ്സഹായനായ ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും അവസാനത്തെ പ്രശ്നമാണ് കരച്ചിൽ. താൻ അവിടെ നിന്ന് കരയുകയാണ്. ഈ സ്ത്രീ എന്ന് ആശ്വസിപ്പിക്കുന്നത്. അതാ പ്രശ്നം. സർവശക്തനായ സകല പ്രപഞ്ചത്തെ അടക്കി വാഴുന്ന ദൈവം കരയുമ്പോൾ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കും, സാരമില്ലെന്ന്. എൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദൈവം ഒരിക്കലും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ദൈവം നിങ്ങൾ ഇങ്ങനെ നടന്നാൽ ഞാൻ ഭാരം മാറ്റിത്തരാം, കഷ്ടത മാറ്റിത്തരാം. ഇതൊക്കെ മതം പഠിപ്പിക്കുക. എന്തിനെന്ന് പറയുമ്പോൾ വല്ലതും കിട്ടാൻ വേണ്ടിയാണ്. എന്നെങ്കിലും ഇവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ടത മാറിയാലോ, വല്ലതും ഗാന്ധി എൻ്റെ ഇരിക്കും. ഈ പണ്ടത്തെ ആൾക്കാർ പറയും രാഷ്ട്രീയം തൊഴിലാകരുത്, എങ്കിൽ അഴിമതി ഉണ്ടാകും. രാഷ്ട്രീയം സേവനമാകണം. ഒരു ജോലി ചെയ്തിട്ട് രാഷ്ട്രീയം സേവനമാകണം, എങ്കിൽ അഴിമതി ഉണ്ടാകത്തില്ല. അതുപോലാണ് ഇതൊരു സേവനമായി മാറണം. അല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ജോലി കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇതിൽ അഴിമതി ഉണ്ടാക്കരുത്. അപ്പോൾ മറ്റൊരുത്തൻ്റെ അകത്തിരിക്കുന്ന അവൻ്റെ വിഷമം നിങ്ങൾക്ക് വൈഡൂര്യം പോലെ തോന്നും. കാരണം പണം ഉണ്ടാക്കാനുള്ള സംഭവമാണല്ലോ. ഞാൻ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ അങ്ങോട്ട് വാരി കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്നും ഇങ്ങോട്ട് മേടിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ചോദിച്ചിട്ട് പോലുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കറപ്ഷൻ സാമ്പത്തിക ഇടപാടിൽ വരാതിരിക്കാൻ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ദൈവദാസന്മാരെന്ന് പറഞ്ഞ ഊളകൾ എന്നെ ചതിച്ചിട്ടുമുണ്ട്. ഞാനായിട്ടൊന്നും കിടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറ്റം പറയുന്നു എന്ന് പോസ്റ്റ് വരും. ഇപ്പോൾ നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. കാരണം ഈ ഭൂമിയിൽ ഞാൻ പറയട്ടെ, 2 തരത്തിൽ മനുഷ്യരുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത് ജനിച്ച് വളർന്ന ആൾക്കാർ. അവർക്ക് ദൈവശബ്ദം ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ പാസ്റ്റർമാരെയും വിശ്വാസികളല്ല ഞാൻ പറഞ്ഞത്, കപ്പിയാരെയും ഒന്നുമല്ല പറഞ്ഞത്, അച്ഛന്മാരെയൊന്നും. വേറെ തരത്തിലെ ആൾക്കാർ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് സ്വന്തം ജീവിതം ബിൽഡപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ. അവരും ജീവിക്കുന്നു, നമ്മളും ജീവിക്കുന്നു. നമുക്കുള്ള പ്രത്യേകത അവർക്ക് പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തം കഴിവിൽ ജീവിക്കുമ്പോൾ ഇവിടെ പള്ളിയിൽ ചെന്ന് നിന്ന് ഞാൻ ചോദിക്കട്ടെ, ദാരിദ്ര്യം മാറാൻ അവൻ കഷ്ടപ്പെടുന്നു. ദാരിദ്ര്യം മാറാൻ ഇവിടെ എല്ലാ ദിവസവും ഫാസ്റ്റിംഗ് പ്രയർ മാറും. കർത്താവരടാ 2 കൈ നിനക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഉൽപ്പത്തിയിൽ ആദത്തിൽ അനുഗ്രഹിച്ചു വിട്ട നീ അധ്വാനിച്ച് പണം ഉണ്ടാക്കാനാ, അല്ലാതെ കൈ പിടിച്ചു മറി ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ല. ഞാൻ തുറന്നു പറയാം, എന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സാരമില്ല. എൻ്റെ ഈ 10-20 വർഷത്തെ ഞാൻ കണ്ട കാഴ്ചകൾ പറയാം.
അതിൽ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ അന്യൻ്റെ കാശ്, അന്യൻ്റെ സമ്പത്ത് നിങ്ങൾ കൈമുറുക്കി യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് അപഹരിച്ചാൽ നിങ്ങളുടെ മക്കളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ഒരു വണക്കിന് നിങ്ങൾ അനുസരിക്കാത്തവരാക്കി തീർക്കും ദൈവം. വേണമെങ്കിൽ എഴുതി വെച്ചോ. എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ഒത്തിരി ദൈവാസന്മാരെ മക്കളുണ്ട്, ഒറ്റയാണത്തിന് അനുസരണയില്ല. പാസ്റ്റർമാരുടെ മക്കൾ, അച്ഛന്മാരുടെ മക്കൾ അനുസരണയില്ല. അച്ഛന്മാരുടെ മക്കളെക്കാൾ പാസ്റ്റർമാരുടെ മക്കളാണ് കൂടുതൽ. അനുസരണയില്ല, സിഗരറ്റ് വലി, മദ്യപാനം, നാടിനും വീടിനും പ്രശ്നക്കാരാണവർ. കയ്യിലിരിപ്പ് എല്ലാം ഉണ്ട് താനും. എന്തുകൊണ്ടാ? വാങ്ങിച്ച് തിന്നുന്നത് പാവപ്പെട്ടവന്റെ, അവൻ കഷ്ടപ്പെട്ട് ഉരുവി ഉണ്ടാക്കുന്ന കാശ് ഇവർ തന്ത്രത്തിൽ വാങ്ങിച്ച് ദൈവത്തിന്റെ പേരും പറഞ്ഞ് വാങ്ങി ഇവരുടെ പോക്കറ്റ് ഇട്ടിട്ട് ഇവർ അതിനെടുത്ത് മക്കൾക്ക് ആഹാരം വെച്ച് ലാവിഷായിട്ട് കൊടുക്കുകയാണ്. ഞാനതൊന്നും പറയുന്നില്ല, വിടുക എല്ലാം വിടുക. ഇപ്പൊ ഞാൻ തിരുവഴുത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇവരുടെ കൾച്ചർ മാറിയിട്ടില്ല. ഈ കൾച്ചറൊന്നും കൊണ്ട് കർത്താവിൻ്റെ മുമ്പേ കളി കിടക്കത്തില്ല. ഇവർ കൾച്ചർ മാറിയതായിട്ട് അഭിനയിച്ചു, പക്ഷെ കൾച്ചർ മാറിയില്ല. ഇവരുടെ അകത്തുണ്ടായിരുന്നത് പൊങ്ങി വന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നു, യേശുക്രിസ്തു ഈ നിക്കോദിമോസ് വന്നപ്പോൾ പറഞ്ഞ സ്റ്റൈല് നോക്കണം നിങ്ങൾ. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. പ്രവേശിക്കാൻ കഴിയത്തില്ലെന്നല്ലേ പറയേണ്ടത്, കാണുവാൻ കഴിയത്തില്ലെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ട് പള്ളിയിലെ ഉപവാസ പ്രാർത്ഥന ഇടയ്ക്ക് പാസ്റ്റർ പുതിയ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഒക്കെ ഇട്ട്, പാസ്റ്ററും വെള്ള പാൻറ്റും ഇട്ട്, വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും, ഇപ്പോഴത്തെ യൂണിഫോം അത്, മീശയൊക്കെ എടുത്ത് വന്ന് സ്നാനപ്പെട്ട് ആ കടവിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ നിങ്ങളെ ദൈവ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ദൈവരാജ്യം കണ്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ്. കണ്ടിട്ടില്ല. കണ്ടത് പുരോഹിതനെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും അവിടുത്തെ പള്ളിയൊക്കെയാണ്. നയമാൻ പണ്ട് കുളിച്ചിട്ട് യോർദാനിൽ 7 പ്രാവശ്യം കുളിച്ച് പൊങ്ങി 7-ാം പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവന്റെ നോട്ടം അവന്റെ ശരീരത്തിലേക്കാണ്. 7-ാം പ്രാവശ്യം ശുദ്ധിയായ അവന്റെ ശരീരത്തിലേക്ക് അവൻ നോക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു മനുഷ്യൻ ഈ കുടുംബത്തിനകത്ത്, ദൈവിക കുടുംബത്തിനകത്ത് ജനിച്ച് പിറന്ന് കണ്ണു തുറക്കുമ്പോൾ കാണേണ്ടത് ദൈവത്തെയാണ്, പിതാവിനെയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു പിതാവുണ്ടെന്ന്. പിതാവ് എപ്പോഴും അഡ്രസ് ചെയ്യുന്നത് ഫാമിലിയുടെ മെയിൻ ആളായിട്ടാണ്. ഒരപ്പനും അമ്മയും 2 പേരും ജീവിക്കുന്നതിന് നടുവിലാണ്, അവരുടെ ലവിനകത്താണ് ബർത്ത് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ന്യൂ ബോൺ, പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് പഴയതിനെ കളഞ്ഞിരിക്കുകയല്ല. പുതുതായി ജനിക്കുന്നത് ഒരു ബർത്ത് കിടക്കുകയാണ്, പുതിയ ജനനം നടക്കുകയാണ്. ആ ജനനം നടക്കുന്നത് ഫാമിലിക്കകത്താണ്. ഏതാണ് ആ ഫാമിലി? യേശുക്രിസ്തു ഒരിക്കൽ പറയുകയാണ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:20 പറയുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളെന്നറിയും. ഇത് യഹൂദന്മാരോടും ശിഷ്യന്മാരോടും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കിത് കടമെടുക്കാം. യേശു എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഒരു കുടുംബത്തിനകത്തൊരു ബർത്ത് നടക്കണമെങ്കിൽ അമ്മയും വേണം, അപ്പനും വേണം, പിതാവും വേണം, മാതാവും വേണം. അപ്പോൾ മാതാവ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ, പിതാവ് എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ മാത്രമേ ബർത്ത് നടക്കത്തുള്ളൂ. ഇല്ലാതെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. അപ്പോ പിതാവും മാതാവും, യേശുക്രിസ്തു പിറക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് തന്നിൽ വന്ന് എഴുതിട്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവും മാതാവും ഇല്ലാതെ കുടുംബത്തിനകത്ത് ഒരാൾ പിറന്നു വീഴത്തില്ല. അപ്പോൾ ഈ മാതാവ് ഹോൾഡ് ചെയ്യണം, ഈ കുഞ്ഞിനെ ഹോൾഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ പിറവി ഉണ്ടാകത്തുള്ളൂ.
ബർത്ത് ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദൻ നിങ്ങളുടെ മേൽ വരും. ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് അമ്മയാണ്. പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്ന നേച്ചറുണ്ട്. പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ച യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു. യേശു എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിലാണ്. യോഹന്നാൻ 14:20. നിങ്ങൾ എന്നിലാണ്. യു ആർ ഇൻ ഹിസ് വോം. നിങ്ങൾ എന്നിലാണ്. നിങ്ങൾ എൻ്റെ ഗർഭപാത്രത്തിനകത്താണ്. ഞാൻ നിങ്ങളിലാണ്. അതാ സ്റ്റേറ്റ്മെന്റ്. യേശു പിതാവിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അകത്ത് നമ്മളായി. നമ്മുടെ അകത്ത് യേശുവായി. യേശുവും പിതാവും കൂടെ ചേർന്നായി. ഇതാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ. നമ്മളെ യേശുക്രിസ്തു വിളിച്ചത് കടം മാറാനും സാമ്പത്തിക ക്ലേശം, കുടുംബഭാരം ഇതൊന്നും മാറാനല്ല. ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഇതൊന്നും മാറാനല്ല യേശു നിങ്ങളെ വിളിച്ചത്. യേശുക്രിസ്തു പറഞ്ഞു, പിതാവ് എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു ദൈവിക കുടുംബമുണ്ട്. നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ കാണേണ്ടത് ദൈവത്തിൻ്റെ മുഖമാണ്. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നിങ്ങളുടെ പ്രതികൂല കാലഘട്ടങ്ങളിൽ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കാണേണ്ടത് പിതാവായ ദൈവം എന്ന ഏകസത്യ ദൈവത്തിൻ്റെ മുഖമാണ്. തീർന്നില്ല. ഈ മുഖം കണ്ടാൽ മാത്രം പോരാ. ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖച്ഛായയുള്ള നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം കണ്ടു വേണം എഴുന്നേൽക്കാൻ, നടക്കാൻ, ഇരിക്കാൻ, സംസാരിക്കാൻ, പ്രവർത്തിക്കാനെല്ലാം. ദൈവത്തിൻ്റെ കുടുംബം ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് ജീവിക്കാം. ഞാൻ എപ്പോഴും ഭവനപ്രതിഷ്ഠയ്ക്ക് പറയുന്ന ഒരു വേർഡുണ്ട്. വീട് പണിയാൻ കല്ലും കട്ടയും സിമന്റും കരിങ്കല്ലും ടൈൽസും അങ്ങനെയുള്ള മൂലപദാർത്ഥങ്ങൾ മതി. പക്ഷെ കുടുംബം പണിയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ വീടുകൾ പണിതിട്ട് അനാഥമായി നിന്ന് കിടക്കുന്നുണ്ട്. കാരണം കുടുംബങ്ങൾ തകർന്നു പോയി. കുടുംബം പണിയണമെങ്കിൽ ദൈവിക കുടുംബം നിങ്ങളുടെ അടുക്കൽ എൻ്റർ ആകണം. ദൈവത്തിൻ്റെ കുടുംബം നിങ്ങളുടെ അടുക്കലുണ്ടോ, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും മുഖാമുഖം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. നിങ്ങളുടെ പല ജീവിത സാഹചര്യങ്ങളും കാണാൻ പറ്റും. ജയകരമായി ഭൂമി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത് നിങ്ങൾ എൻ്റർ ആയിരിക്കണം, ബർത്ത് ആയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകണം, ഞാൻ ദൈവ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ നിറവും ദൈവത്തിൻ്റെ ശബ്ദവും തിരിച്ചറിയാൻ പറ്റുന്നവനാണ് ഞാൻ എന്നുള്ള ബോധം നമുക്ക് വേണം. നമ്മളൊരു രാവിലെ എഴുന്നേറ്റ് പോയാൽ, ജോലിക്ക് പോകുന്നിരിക്കട്ടെ, അല്ലെ പഠിക്കാൻ പോകുന്നിരിക്കട്ടെ, വെളിയിറങ്ങുന്നിരിക്കട്ടെ, നമ്മൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ക്ഷീണിതനായി വീട്ടിൽ ചെന്നെത്തണം. വീട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നത് നമ്മുടെ വീട്ടിനകത്ത് അപ്പൻ, അമ്മ, സഹോദരന്മാരുണ്ടെങ്കിൽ അവർ, നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടി ഉൾപ്പെടെ എല്ലാ സംഭവവും നമ്മുടെ മൈൻഡിനകത്ത് വരും. അപ്പോൾ കുടുംബം ഇരിക്കുന്നത് വീട്ടിലല്ല, തലയുടെ അകത്ത്. എങ്ങനെയും കുടുംബത്തിൽ ചെല്ലണം, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലണം, സ്വസ്ഥമായിട്ടിരിക്കണം. അവിടെയാണ് നമുക്ക് പ്രൈവറ്റ് പ്ലേസ് ആണ് നമ്മുടെ. എത്ര ടൂർ പോയാലും വിനോദയാത്രയ്ക്കെല്ലാം ഒരു വീട് ഒരാൾക്ക് കാണും. അവൻ അവിടെ വരും. അലഞ്ഞിനി നടക്കാൻ പറ്റത്തില്ല. കാരണം ഫാമിലി എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പനും അമ്മയും വെളിയിൽ പോയിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണ് മൊത്തം അപ്പൻ്റെ അമ്മയുടെ കയ്യിലാണ്. കാരണം എനിക്കെന്ത് മേടിച്ചുകൊണ്ട് വന്നെന്ന്. അപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണെപ്പോഴും അപ്പൻ്റെ കയ്യിലാണ്. കാരണം എന്താണ് എനിക്ക് മേടിച്ചുകൊണ്ട് വന്നത് എന്നുള്ള അവൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പൻ്റെ ഹൃദയം എങ്ങനെ ആയിരിക്കും? അപ്പൻ്റെ ഹൃദയം, എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് വൈകിട്ട്. അപ്പൻ്റെ ഈ മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ പറയാം. മനുഷ്യൻ എപ്പോഴും മൈൻഡിനകത്ത് ഫാമിലി കൊണ്ട് നടക്കുകയാണ്. ഇതേ രൂപത്തിലും ഭാവത്തിലുമാണ് ദൈവിക ഫാമിലി എപ്പോഴും നമ്മുടെ ഉള്ളിലും പുറത്തും ഉണ്ടായിരിക്കണം. എങ്കിൽ ഈ പ്രപഞ്ച ഗോളത്തിനകത്ത് നിങ്ങൾക്ക് ജയകരമായി ജീവിക്കാം. നിങ്ങളുടെ കൾച്ചർ മാറും. നിങ്ങളുടെ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളിലാകും. എന്നിട്ട് നിങ്ങളുടെ കൾച്ചറിനെ ഞാൻ മാറ്റും, നിങ്ങളുടെ സ്വഭാവം ഞാൻ മാറ്റും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറ്റും, നിങ്ങളുടെ രീതികൾ മാറ്റും, നിങ്ങളുടെ സംസാര ശൈലി മാറ്റും, നിങ്ങളുടെ ബിഹേവിയേഴ്സ് മാറ്റും. അപ്പോൾ ലോകം അറിയും ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്.
ഇത് ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ പ്രശ്നം എന്നറിയാവോ? രോഗം മാറും, ഭൂതം മാറും, ആരാധനയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ച് തകർക്കുവാണ്. ഇവൻ അടിച്ച് തകർക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ ഒരു ദൈവത്തെ വിശ്വസിച്ച് വേറെ ദൈവത്തെ വിശ്വസിക്കുന്നവൻ, അല്ലെങ്കിൽ വേറെ ദൈവങ്ങളെയൊക്കെ വിശ്വസിക്കുന്നവൻ അവിടെ ഇരുന്നിട്ട് പറയും, യുവന്മാര് ഇവിടെ കിടന്ന് ഭൂലോക ബഹളം ഉണ്ടാക്കി അവിടുത്തെ കൊച്ചിന് പഠിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല, ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയാം യേശു ഞങ്ങളെ ഏൽപ്പിച്ചെന്ന്. യേശു നിങ്ങളെ എന്ത് ഏൽപ്പിച്ചു? പൗലോസിന്റെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തതെന്നറിയാമോ? ജാതികളുടെ അടുക്കൽ പോയി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ ആത്മാവിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ. ഇതെന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്തില്ലെന്നറിയാമോ? അവന്മാരിത് പറയത്തില്ല. പറഞ്ഞാൽ ഇത് നിൽക്കും. ഒരു പ്രതിഫലം ഇച്ഛിക്കരുത്. ചെയ്യാൻ ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ചെയ്യണം. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിനകത്താണ് പറഞ്ഞത്. ക്രിസ്തു, നിങ്ങൾ എഫെസ് ലേഖനം വായിക്കുമ്പോൾ, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, പൗലോസ് ഒരാളുടെ പേര് 2-3 രീതി എഴുതിയിട്ടുണ്ട്. യേശു എന്ന്, നസ്രായനായ യേശു എന്ന് എഴുതിയിട്ടുണ്ട്, ക്രിസ്തു യേശു എന്ന് എഴുതിയിട്ടുണ്ട്, ക്രിസ്തു എന്ന് എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാ ഒരാളുടെ പേര് പല രീതിയിൽ എഴുതിയിരിക്കുന്നറിയാം? കർത്താവിന് ട്രാൻസ്ഫോർമേഷനകത്താണ് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് യഹൂദന്റെ മാത്രം അവകാശമാണ്. നസ്രയനായ യേശു നിങ്ങളുടേതല്ല, നസ്രത്ത് പട്ടണത്തിലുള്ള യേശുവിനെ പറയുന്നത്. ക്രിസ്തു യേശു എന്ന് പറയുന്നത് ക്രിസ്തു ആയതിനു ശേഷം യേശു ഇരിക്കുന്ന പൊസിഷനെ പറയുകയാണ്. ക്രിസ്തുവാണ്. ക്രിസ്തുവെ ഒന്നും വ്യക്തമായി ക്രിസ്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫോമിനെ കുറിച്ച് പറയുകയാണ്. തിരുവെഴുത്ത് ഭയങ്കര ഡീപ്പറാണെന്ന്. അതിനകത്ത് നിങ്ങൾക്ക് പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുഖച്ഛായയും കാണാൻ പറ്റിയില്ല എങ്കിൽ പുസ്തകം അടച്ചു വെച്ചോണം. നിങ്ങളുടെ ദൈവം സംസാരിക്കുന്ന ഡയറക്റ്റായിട്ട്. ഇവിടുത്തെ ഒരു മതങ്ങളും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല എങ്ങനെ ദൈവവുമായിട്ട് സംസാരിക്കാം. പറഞ്ഞാൽ അവൻ്റെ കച്ചവടം അന്ന് പൂട്ടും. നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് നമ്മൾ ആൾക്കാരെ വിളിക്കും. മീഡിയ വേണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്ത് വിളിക്കാൻ ഒരു മീഡിയ വേണം. അപ്പോൾ വിദേശത്തിരിക്കുന്ന ഒരാൾ ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഫോൺ വേണം രണ്ടുപേർക്കും. അതാണ് മീഡിയ. സിം വേണം, ഫോൺ വേണം, നെറ്റ്വർക്ക് വേണം. ഇതാണ് മീഡിയ. ഈ മീഡിയ ഇല്ലാതെ ഇവർ നേരിട്ട് കണ്ടുമുട്ടിയാൽ ഈ മീഡിയയുടെ ആവശ്യമുണ്ടോ? ഈ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ ചുറ്റുമുള്ളത്. ഇവർ നേരിട്ട് വന്നാൽ ഇവരുടെയൊക്കെ കച്ചവടം പൂട്ടും. എന്തുകൊണ്ടെന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടാനല്ല പറഞ്ഞത്, ക്ലെൻസായി പുറത്ത് വരുമ്പോൾ, നിങ്ങൾ ദൈവാത്മാവ് കൊണ്ട് നിറയുമ്പോൾ, കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഞാനും എൻ്റെ പിതാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അകത്ത് വരുമ്പോൾ നിങ്ങൾ കണ്ണ് തുറക്കും, നിങ്ങൾ ന്യൂ ബർത്താവും. ബർത്തായി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ മുഖമായിരിക്കണം, ദൈവത്തിൻ്റെ കണ്ണുകളായിരിക്കണം, ദൈവത്തിൻ്റെ ആ കണ്ണിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ആളിനായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഒരുപാട് പാട്ടുകൾ കേട്ടു. ഈ പാട്ടെല്ലാം ശ്രദ്ധിച്ചപ്പോൾ സ്നേഹം, ദൈവസ്നേഹവും മനുഷ്യനും തമ്മിലുള്ള ഇൻറ്റിമസിയുടെ പാട്ടുകളെ ഇന്ന് നിലനിന്നിട്ടുള്ളൂ. ദൈവസ്നേഹം മാറുകയില്ല എന്നും. അങ്ങനെ എല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പാട്ട് എത്ര തലമുറ കഴിഞ്ഞാലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ വ്യക്തമായി പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ ഫാമിലിയുടെ അംഗമാണ്. ക്രൂശിൽ കിടന്ന കള്ളനേക്കാൾ യോഗ്യത നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ക്രൂശിൽ കിടന്ന കള്ളൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നീ രാജത്വം പ്രാപിക്കും, എന്നെ ഓർക്കണം. വലിയ സ്റ്റേറ്റ്മെൻ്റ് അത്. നീ രാജത്വം പ്രാപിക്കും, എന്നെ ഓർക്കണം. ആ നിമിഷം അവൻ ക്രിസ്തുവിലായെന്നാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ക്രിയേഷൻ എന്നാണ്. പുതിയ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ബർത്ത് എന്നാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ന്യൂ ബർത്തായി. ആ കള്ളൻ ക്രൂശിൽ വെച്ച് സ്നാനപ്പെടാനോ പാർശ്വ ഉടയ്ക്കാനോ പെട്ടി തൂക്കാനോ ഒന്നും പറഞ്ഞില്ല.
വെള്ളത്തിൽ കിടന്ന് തുള്ളിച്ചാടാൻ പറഞ്ഞില്ല. ആത്മാവിൽ നിറഞ്ഞ 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിരിക്കും. എന്താ പർദീസ എന്നറിയാമോ? കൾച്ചർ മാറിയത്. കൾച്ചർ മാറിയവന് കൊടുക്കുന്ന സാധനമാണ് പർദീസ. പർദീസ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ നിൽക്കുന്ന സ്ഥലം. നോ, പർദീസ നല്ല കൾച്ചറുള്ളിടത്തുള്ള മൈൻഡ് സെറ്റിനെയാണ് പർദീസ എന്ന് പറയുന്നത്. യേശു എന്താ അബ്രഹാമിനെ മടുത്തിട്ട് ഇരിക്കുമെന്ന് പറയാത്തത്? കാരണം മരിച്ചു കഴിഞ്ഞാൽ പോയി അബ്രഹാമിനെ മടുത്തിട്ടല്ലേ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയാത്തത്? സ്വർഗത്തിൽ നരകത്തിൽ ചെല്ലാം, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാടാന്ന് പറയാത്ത എന്താ? പർദീസ, പാരഡൈസ്. കാരണം യേശുവിൻ്റെ കൂടെ അവനെ ശുശ്രൂഷയ്ക്ക് പങ്കാളിയാക്കിയെന്നർത്ഥം. ഈ പാരഡൈസിൽ പോയതിൻ്റെ അർത്ഥം, പാരഡൈസിൽ ഒരു വലിയ സിന്ന് തുടങ്ങി, അവിടെ നിന്ന് ഞാൻ തുടങ്ങാൻ പോവുകയാണ്, അവിടെ നീ എൻ്റെ കൂടെ കാണുമെന്ന്. ഓ, ആദഹവ്വയെ നഷ്ടപ്പെട്ടത് പാരഡൈസിലാണ്, അവിടെ നിന്ന് ഞാൻ തുടങ്ങാൻ പോകുന്നെന്ന്. അപ്പോൾ നീ എൻ്റെ കൂടെ മിനിസ്ട്രിക്ക് കാണുമെന്ന്. ശ്രദ്ധിച്ച് കേട്ടോ, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ജനിക്കപ്പെടണം. ദൈവിക ഫാമിലി ഈ ഭൂമിയിൽ കൊണ്ട് നടക്കണം. നിങ്ങളെല്ലാം ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ്. അത് തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. തിരിച്ചറിയാനാണ് ഞാൻ ഈ ടൈം കളഞ്ഞ് ലൈവ് നിങ്ങളുടെ മധ്യ എടുക്കുന്നത്. ഈ 30 മിനിറ്റ് നിങ്ങളുടെ അടുക്കൽ ഞാൻ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ കുടുംബമാണ്. ദൈവത്തിൻ്റെ കുടുംബം നിങ്ങളുടെ വീട്ടിനകത്ത് വന്നാൽ നിങ്ങളുടെ രോഗം, ഭാരം, കഷ്ടത, പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരാമെന്നല്ല, നിങ്ങൾ ഡെവലപ്പാകും. ഒരു പട്ടണത്തെ പണിയാൻ ദൈവശക്തി മതിയെങ്കിൽ ഒരു ഭവനം പണിയാൻ ദൈവിക കുടുംബത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വേണം. എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, എന്ത് ഐഡിയാസ്. ഇവിടുത്തെ ചെറിയ ചെറിയ ഐഡിയകളാണ് സമ്പന്നന്മാരാക്കിയത് ഒരുപാട് ആൾക്കാരെ. അവർക്ക് എപ്പോഴോ ഒരു സമയത്ത് ക്ലിക്ക് ചെയ്ത ദൈവിക കുടുംബത്തിൻ്റെ ഒരു സജഷനാണ് അവരെന്ന് കോടീശ്വരന്മാരായി, സാമ്പത്തികമുള്ളവരായി, മാനസിക സാമർഥ്യമുള്ളവരായി, ശാരീരികമായി സാമ്പത്തികമുള്ളവരായി, ആരോഗ്യമുള്ളവരായി, കഴിവുള്ളവരായൊക്കെ മാറിയത്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്ന ഒരു അടുക്കലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ 100% ആത്മീയ മരണം നിങ്ങൾ സംഭവിക്കും. ക്രൂശിലെ അപ്പുറത്ത് കിടക്കുന്ന കള്ളൻ നിങ്ങളെപ്പോലെയായി നിങ്ങളുടെ ഒരു ബദലാണ്. ക്രൂശിൽ ഇപ്പുറത്ത് കിടക്കുന്ന കള്ളൻ നീ ഓർക്കണം. എന്തിനാ ഓർക്കേണ്ടത്? ഞാൻ നിന്നെ പർദീസയെ കൊണ്ട് മിനിസ്റ്റർ ചെയ്യിപ്പിക്കുമെന്ന്. കർത്താവിൻ്റെ കൂടെ നടക്കാൻ, കർത്താവിൻ്റെ ജീവിതം നിങ്ങളിൽ മാനിഫെസ്റ്റ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോഴും അപ്പനെ കാണുന്ന ഒരു നിലവാരത്തിലേക്ക് വരട്ടെ. നിങ്ങളുടെ കണ്ണുകൾ യേശുക്രിസ്തുവിൻ്റെ കണ്ണുകളായി മാറട്ടെ. അവനെ കണ്ടവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. കാരണം ഹീസ് ഇൻ ഫാമിലി ഓഫ് ദ ലവിങ് ഗാഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫാമിലിക്കകത്താണ് അവൻ. അവന് കോപിക്കാൻ കഴിയത്തില്ല. ഇന്നലെ വരെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെങ്കിൽ യേശുക്രിസ്തുവിലായൊരു പൈതലിന് ദൈവത്തിൻ്റെ കാറ്റഗറിയിൽ ജീവിക്കാൻ പറ്റും. ദൈവത്തോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം, സമയം കണ്ടെത്തണം, മെഡിറ്റേറ്റ് ചെയ്യണം, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം. എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവനല്ല. പണം, സാമ്പത്തിക വിഷയം അളവ് കൂടാതെ ചെയ്യുന്നതെങ്കിൽ 100% ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുറത്തൊരുത്തനെങ്കിൽ നടന്നു പോകുമ്പോൾ ശമരിയക്കാരനെ പോലെ ആഹാരം വാങ്ങി കൊടുക്കാൻ നിന്റെ കാശുണ്ടെങ്കിലും ആഹാരം വാങ്ങി കൊടുക്കാൻ പറ്റാത്ത നിലവാരത്തിൽ നിന്റെ ഹൃദയം നിന്നെ പിടിമുറുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം ദൈവിക കുടുംബത്തിലല്ല, സാമ്പത്തികത്തിലാണ് എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒത്തിരി ബ്ലെസ്സിങ്സിൻ്റെ ദിവസമാകട്ടെ. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കൈവച്ച് അനുഗ്രഹിക്കാൻ വരണ്ട. നിങ്ങൾ ദൈവിക കുടുംബത്തിലാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും രോഗസൗഖ്യം നടത്താൻ വരണ്ട, ഉണർവ് നടത്താൻ വരണ്ട, ഒരു വചനവും എടുത്ത് വ്യാഖ്യാനിക്കാൻ വരണ്ട. ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനാണ് ഞാൻ എൻ്റെ ടൈം കളഞ്ഞ് ഈ ലൈവുകളിലേക്ക് വരുന്നത്. ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രിയാണ്. 1 രൂപ ഒരു മനുഷ്യരിൽ നിന്നും വാങ്ങാതെ ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് നിങ്ങളെ ഈ ലൈവിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ സെക്കൻഡുകളും നിങ്ങൾ കർത്താവിൻ്റെ കുടുംബത്തിനകത്താണ്. ഒരു മരണത്തിൻ്റെ മണം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ തോളിൽ എപ്പോഴും മരണം കൈകൊണ്ട് ചുറ്റി നടക്കുകയാണ്. പക്ഷേ
ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ കരം നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ്, ആ കണ്ണുകൾ നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് മരണം നിങ്ങളെ തൊടാത്തത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മരണം വരെയും, അവൻ്റെ ശ്വാസം പോകുന്ന ദിവസം വരെയും അവൻ അധ്വാനിക്കുന്നത് പണമുണ്ടാക്കാനാണ്. ആ പണം അവൻ അവസാനം ഉപകരിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, പണമല്ല വിഷയം, ദൈവത്തിൻ്റെ ഹൃദയമാണ് നീ അറിയേണ്ടത്, അപ്പൻ്റെ സ്നേഹമാണ് നീ അറിയേണ്ടത്, പിതാവിൻ്റെ ലവ് ആണ് നീ അറിയേണ്ടത്. നീ കണ്ണുനീരോടെ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ, ആരുമില്ല കർത്താവേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് കരയുമ്പോൾ, വിലപിക്കുമ്പോൾ അകത്തുനിന്ന് ഒരു ശബ്ദമില്ലേ, സാരമില്ല, ധൈര്യപ്പെട്, എഴുന്നേറ്റ് നിൽക്ക്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഇനി നിനക്ക് ചാൻസ് ഉണ്ട്, നീ എന്തിന് സങ്കടപ്പെടുന്നു എന്ന് തോറ്റവനോടുകൂടെ പറയുന്ന എൻ്റെ ദൈവ ക്രിസ്തുവിൻ്റെ അപഞ്ചലമായ സ്നേഹം, ഈ സകല പ്രപഞ്ചത്തിലെ വസ്തുക്കളെയും തിരികെ ക്രിയേറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നു. നിങ്ങളെ റീസ്റ്റോർ ചെയ്യാൻ ദൈവത്തിന് പറ്റും, പിതാവിന് പറ്റും. പിതാവ് എപ്പോഴും തൻ്റെ മക്കളെ സ്നേഹത്തോടെ കരുതുന്നവരാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ.